ഹേ ഗായ്സ്, എന്നാ ഉണ്ട് വിശേഷം? സുഖമല്ലേ? കുറേ ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ട് ഇപ്പോഴാട്ടോ ഒരു ലോങ് വീഡിയോ ചെയ്യാനുള്ള കോൺഫിഡൻസ് എനിക്ക് വന്നേ. കാലത്ത് തന്നെ ചായയും കുടിച്ച് പള്ളി പോകാനുള്ള ധൃതി ആട്ടോ ഞങ്ങളുടെ വീട്ടിൽ. നിങ്ങളുടെ വീട്ടിലുണ്ടോ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും പണിയായിട്ട് വരുന്ന പിള്ളേർ? ഞങ്ങളുടെ വീട്ടിൽ ആ പണിയാണ് മമ്മി തീർത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഡ്രസ്സ് ഓൾട്ടർ ചെയ്യുക. കുളിക്കാൻ പോകാനിരുന്ന മമ്മീനെ കൊണ്ട് ഡ്രസ്സ് ഓൾട്രേഷൻ ചെയ്യിപ്പിച്ച് ഒരുങ്ങി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പള്ളിയിലേക്ക്. പള്ളിയിലേക്കുള്ള വഴി കാണാൻ നല്ല ഭംഗിയാട്ടോ. ഈ സൈഡിൽ കാണുന്നതൊക്കെ റബ്ബറാ, അല്ലാണ്ട് കാട് പിടിച്ച് കിടക്കുന്നതല്ല. ആ കാണുന്ന ഞങ്ങളുടെ വീടും. കൊച്ചിയിൽ നിന്ന് ഓരോ ആഴ്ചയും ജോലിയും കഴിഞ്ഞ് വീട്ടിലേക്ക് ഓടിയെത്തുന്നത് ഈ ഒരു സൈലൻസും ഈ ഒരു പ്രകൃതി ഭംഗിയും ആസ്വദിക്കാൻ വേണ്ടിയും കൂടെയാണ്. നല്ല കുറേ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടാട്ടോ അത്. ഈ കാഴ്ചകൾ മാത്രമല്ല, പൈനാപ്പിളും പോകുന്ന വഴിക്ക് റബ്ബറും എല്ലാം കണ്ടു പോവാം. ശരിക്കും നമ്മുടെ നാടും നമ്മുടെ വീടും ഒക്കെ തന്നെയല്ലേ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ. ഇവിടെയുള്ള എല്ലാവരും നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലെ ആളുകളെ പോലെ ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. പള്ളി എത്തി പള്ളിയിലെ കുർബാനയും കഴിഞ്ഞ് എല്ലാവരും ഓരോ സ്ഥലത്തിരുന്ന് വിശേഷം പറയുക. മമ്മിയുടെ കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് സലോമി ആൻറ്റി, ഞങ്ങളുടെ മമ്മിയുടെ ക്രൈം പാർട്ട്ണർ. പള്ളിയിൽ പെരുന്നാളും കഴിഞ്ഞ് എല്ലാവരും ഓരോ ഇടത്തിരുന്ന് വിശേഷം പറയുക. പക്ഷെ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പപ്പേനെ മാത്രം കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്നേ. പള്ളിയിലെ കഥ പറച്ചിലും പ്രദക്ഷിണം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ നേർച്ച ഭക്ഷണങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക രുചിയാന്നേ. എന്തായാലും പെരുന്നാളൊക്കെ അല്ലേ, നമ്മൾ നമ്മുടെ വീട്ടുകാർക്ക് പെരുന്നാളായിട്ടൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് വേണ്ട. അതുകൊണ്ട് കണ്ണും പൂട്ടി ഒരു മുന്തിയനം ജീപ്പ് തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ലാഭമായല്ലോ. ഒന്നും നോക്കിയില്ല ഗൈസ്, കാശ് ഞാനിങ്ങനെ വാരി വിതറുമായിരുന്നു. പപ്പിക്ക് മമ്മിക്കൊരു സന്തോഷമായിക്കോട്ടെ. അപ്പം ശരി.